പക്ഷേ ദിലീപിന്റെ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വിധി വരുന്നതിന് മുമ്പ് ചില സാധ്യതകൾ നമ്മൾ പറയുകയാണ്. എനിക്കൊന്ന് മീഡിയ മലയാളം മാത്രമായിരിക്കും ആദ്യം ഇത് പറയുന്നത്. ദിലീപ് നിരപരാധിയാകും, ദിലീപിനെ വെറുതെ വിടും, പൾസർ സുനിക്ക് ശിക്ഷയുണ്ടാകും. ഇതിനൊപ്പം പോലീസിന് അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതായത് ഇത് പൂർണ്ണമായും 100% ആണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ 99.9% ഇങ്ങനെ സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. അതായത് ജഡ്ജി ഹണി വർഗീസ് ആണ് ജഡ്ജി. അവർക്കൊരു CPM ബന്ധമുള്ളത് കൊണ്ട് വല്ലാതെ അവരെ ഈ കേസിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലായ ഒരു ജഡ്ജി കൂടിയാണ് അവർ. ഇതിലൊരു വനിതാ IPS ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ DGP റാങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ ഇടപെടൽ, അതാണ് ഈ ജഡ്ജിയെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയത്. പൾസർ സുനി പറഞ്ഞ ഒരു കാര്യം, ദിലീപ് ഇതിലുണ്ട് എന്ന് പൾസർ സുനിയുടെ ഒരു വാദം മാത്രമാണ് ദിലീപിനെതിരായി വന്നിട്ടുള്ളത്. മറ്റൊന്നും ഇതിൽ കണ്ടുപിടിക്കാൻ ഇതുവരെ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസിന്റെ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ദിലീപ് രക്ഷപ്പെടുമെന്ന് നമ്മളിതാ പറയുകയാണ്. ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ വെറുതെ വിടും എന്നതാ പറയുകയാണ്. അത് ശരിയാകാനുള്ള സാധ്യതകളല്ലേ 100% ഉള്ളത്. അല്ല, ഒരു വിധിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഒരു ലോജിക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചില നിഗമനങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വലിയ സാധ്യത നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ശരിയാവാനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള പോലീസ് ഓഫീസറുടെ ഇടപെടലുകളൊക്കെ തന്നെ ജഡ്ജിയിൽ പോലും വലിയ തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും പിന്നീട് ജഡ്ജി ആ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തയായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വീണ്ടും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കാര്യകാരണ സഹിതം എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി ആരെയാണ് ശിക്ഷിക്കേണ്ടത്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ള ആ ക്രൂരമായിട്ടുള്ള യാഥാർത്ഥ്യം കേരള ജനതയെ നടുക്കുന്നത് തന്നെയാണ്. അതിൽ പൾസർ സുനി മാത്രമാണോ അല്ലെങ്കിൽ സുനി വെറും കോടാലിയാണോ എന്ന ചോദ്യമാണ് ഇതുവരെ ഉയർന്നു വന്നിരുന്നത്. അപ്പോൾ സുനിക്ക് അതിനകത്ത് വലിയ പങ്കുണ്ട്. എന്തായാലും നേരിട്ട് പങ്കാളിയായിരിക്കുന്നത് സുനിയാണല്ലോ, അതുകൊണ്ട് സുനിക്ക് ശിക്ഷ കിട്ടുന്നു. സുനിക്ക് ശിക്ഷ കൊടുക്കാൻ തന്നെ കോടതി തീരുമാനിക്കുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഇതിൻ്റെ പിന്നിലേക്ക് പ്രവർത്തിച്ച കരാളമായ ഹസ്തം, കറുത്ത കൈ, ഡാർക്ക് ഹാൻഡ്സ് എന്ന് പറയുന്നത് ദിലീപിൻ്റെതാണ് എന്നത് വ്യക്തമായിട്ട് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനെ അപാകതകൾ ഉണ്ടായിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് ജഡ്ജി എത്തിച്ചേരുകയും അങ്ങനെ ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും ശിക്ഷ ഉറപ്പാണ്. അത് എത്രമാത്രമാണ് കിട്ടുന്നത് എന്നുള്ളത് മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഇത് തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേര് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ വന്നതിന് ശേഷം ഒരു IPS ഉദ്യോഗസ്ഥ ഇതിൽ വല്ലാത്തൊരു ഇടപെടൽ നടത്തി. ഒരുപക്ഷെ പിണറായിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ ഇതിൽ ഇടപെടലുകൾ നടത്തിയത്. പിന്നീട് പിണറായി വിജയൻ ഇത് മനസ്സിലായി, ഇവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഈ കാര്യത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിന്റെ പങ്ക് വ്യക്തമല്ല എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് ഇവർക്ക് ലോ ആൻഡ് ഓർഡർ വരെ എത്താൻ സാധ്യതയുള്ള ഒരു DGP ഉദ്യോഗസ്ഥയായിരുന്നു ഇവർ. പക്ഷേ അവിടെ വരെ എത്താൻ പോലും ഇവരെ പിന്നീട് പിണറായി അനുവദിച്ചില്ല. വെറും DGP ആയി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒരു DGP എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡർ ഇരിക്കുമ്പോഴാണല്ലോ DGPക്ക് അതിൻ്റെതായ ഒരു വില കിട്ടുന്നത്. അതിൽ പോലും ഇല്ലാതെ അവസാനം അവർക്ക് നിസ്സാരമായ ഒരു പദവി വഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇവർ ഈ IPS ഉദ്യോഗസ്ഥ വേഴ്സസ് ദിലീപ് എന്നതിനപ്പുറം ഈ ജഡ്ജി വേഴ്സസ് ഈ IPS ഉദ്യോഗസ്ഥ എന്നതിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് ഇവരെ ജഡ്ജിയെ സമ്മർദ്ദത്തിലാക്കുക. ഈ CPMന്റെ ഒരു ബന്ധമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൾ ആണെന്ന് തോന്നുന്നു ജഡ്ജി ഹണി വർഗീസ്. എനിക്കത് ഉറപ്പില്ല. CPMമായി അവർക്ക് ബന്ധമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് അവരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ജഡ്ജിയെ വല്ലാത്ത രീതിയിൽ ജഡ്ജിയെ മാറ്റണമെന്നുള്ള അതിജീവിതയുടെ ഭാഗത്തു നിന്ന് അത്തരം ചില നീക്കങ്ങൾ വന്നു. പക്ഷെ അതിലൊന്നും സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഈ ഹാഷ് വാല്യൂ ഒന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാഷ് വാല്യൂ ഒക്കെ ആണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട വിഷയമായി വന്നത്. ഒന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ആകെ കൂടെ 10,000 രൂപ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് പൾസർ സുനിക്ക് കിട്ടി. 3 കോടിയുടെ കൊട്ടേഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു 10,000 രൂപയുടെ പൈസ പൾസർ സുനിയുടെ വന്നിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് വേണ്ടി ദിലീപ് 10,000 രൂപ കൊടുത്തൊരു നടിയെ ആക്രമിക്കാനൊക്കെ ദിലീപ് പറയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം. ദിലീപ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി പ്രതികളെല്ലാം കോടതിയിൽ എത്തിയിട്ടുണ്ട്. വിധി ഉടൻ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പൾസർ സുനിയും 1-ാം പ്രതി പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധി അറിയാൻ നിമിഷങ്ങൾ മാത്രം. കേരളം എനിക്ക് 2017 തുടങ്ങിയ സംഭവത്തിൽ 2025 ഡിസംബർ 8 ആ വിധി, അതോടുകൂടി ദിലീപിന് ആശ്വാസം ഉണ്ടാകുമോ? എല്ലാവരും കാത്തിരിക്കുന്നത് ദിലീപിനെ ശിക്ഷിക്കുമോ എന്നുള്ള ദിലീപിന് തൂക്കുകയറ് കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും. അതെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദിലീപ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകം. കാരണം ഒരു സെലിബ്രിറ്റിക്ക് അത് വാങ്ങിക്കൊടുക്കാനായിട്ട് ഈ കോടതി തയ്യാറാവുമോ എന്ന ചോദ്യമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുന്നിലുള്ളത്. സർക്കാർ സ്വാഭാവികമായിട്ട് എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ അതിജീവിതക്കൊപ്പം എന്ന് പറയുന്ന നിലപാട് വളരെ കർശനമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. സർക്കാർ അതിനൊപ്പം തന്നെ നിൽക്കുകയും ചെയ്തു. പക്ഷേ സർക്കാരിന് അത് ദിലീപ് തന്നെ ആയിരിക്കണം എന്നുള്ള മുൻവിധിയൊന്നും ഇല്ല. ആരാണ് കുറ്റക്കാർ, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കക്ഷികൾ, അവരെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ആളുകൾ പൊതുവെ വിശ്വസിച്ചു ഇത് ദിലീപ് തന്നെയാണ്, ദിലീപിനെ സർക്കാർ കൂട്ടും എന്ന ധാരണയിൽ ആ ആളുകൾ എത്തിച്ചേർന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ദിലീപിന് തുക്കയർ കിട്ടുക എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളതിൻ്റെ അകത്ത് കൂടുതൽ നിഗമനങ്ങൾ നടത്തുന്നത് അത്ര ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാത്തിരുന്ന് കാണുകയും മാത്രമല്ല ഈ വിഷയത്തിൽ പൊതുവെ നമ്മുടെ സമൂഹം എന്ത് നിലപാടെടുത്തു. കാരണം ഓരോ ദിവസവും പലതരം പ്രശ്നങ്ങൾ, പലതരം ഇഷ്യൂസ് ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിലും വലിയ കോളിലൊക്കെ സൃഷ്ടിക്കുന്ന ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പൊതുവെ സമൂഹത്തിന് കുറച്ച് പക്വമായതും ഉയർന്നതും അതേപോലെ തന്നെ പുരോഗമന സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതുമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടതാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കുകളാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അംഗീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവേണ്ടതാണ്. അവരെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പുരുഷനൊപ്പം തന്നെ തുല്യതയുള്ള വ്യക്തിയായിട്ട് കാണുകയും അതിനനുസരിച്ച് അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു മാന്യത നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതായത് ഈ ആണാധിപത്യം എന്ന് പറയുന്നതിൻ്റെ കാൽക്കൽ അടികിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിധിയിലൂടെ കോടതി അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഈ മാധ്യമങ്ങൾക്കൊരു, നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഒരു വേട്ടക്കാരനെ കിട്ടിയാൽ കോടതി തീരുമാനിക്കും മുമ്പേ അയാളെ മൊത്തത്തിൽ അങ്ങ് തീർത്ത് കെട്ടുക. ഞങ്ങൾ വിചാരിച്ചാൽ നിന്റെയൊക്കെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളത് ഒരു ഘട്ടം വരെ അത് പല മാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ തൊലച്ച് തകർത്ത് തരിപ്പണമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതെ, കാരണം കൃത്യമായിട്ടുള്ള വാർത്തകൾ, കൃത്യമായിട്ടുള്ള അതിൻ്റെ പൊസിഷൻസ് അതെല്ലാം അവതരിപ്പിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക എന്നതിന് പകരമായിട്ട് ജനങ്ങളുടെ വൈകാരികമായിട്ട് ആക്രമിച്ച് അവരുടെ മനോഘടന പോലും തകർക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. നമുക്കറിയാം നേരത്തെ എന്താണ് പല കേസുകളിലും ഇപ്പോൾ എന്താണ് ആ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതുമായിട്ടും അതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം മാധ്യമങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത് എന്ന് നമ്മളെ ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കുറച്ചും കൂടി സംയമനം പാലിച്ച് ഒരുവിധം അത്ര അതിതീവ്ര വൈകാരികത കൊടുക്കാതെ കുറച്ചും കൂടി ബാലൻസ്ഡായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്താൽ അത് സമൂഹത്തിന് മെച്ചപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.